ഇടതുമുന്നണി വിടാൻ ജോസ് കെ മാണി തീരുമാനിച്ചാൽ കേരള കോൺഗ്രസ് വീണ്ടും പിളരും. 3 MLA-മാരും 10 ജില്ലാ പ്രസിഡന്റുമാരും LDF-ൽ ഉറച്ചു നിൽക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA-മാരായ N ജയരാജ്, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എന്നിവർ LDF-ൽ തുടരും. വിദേശയാത്ര കഴിഞ്ഞെത്തിയാലുടനെ ജോസ് കെ മാണിയെ നിലപാട് അറിയിക്കും. ലെവിൻ കെ വിജയൻ നൽകും വിവരങ്ങൾ. ലെവിൻ, വളരും തോറും പിളരും, പിളരും തോറും വളരുമെന്ന ആപ്തവാക്യം കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തമാണ്. ഇടതുമുന്നണി വിട്ടാൽ വീണ്ടും ഒരു വലിയ പിളർപ്പിന് സാക്ഷ്യം വഹിക്കും രാഷ്ട്രീയ കേരളം. അരുണ്യ, 1964 രൂപം കൊണ്ട കേരള കോൺഗ്രസ്, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എണ്ണിയാൽ ഒരു സാധാരണക്കാരന് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പിളർപ്പുകളും ലയനങ്ങളും ഉണ്ടായിട്ടുള്ള ചരിത്രമാണ് കേരള കോൺഗ്രസുകളെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. 1964 രൂപം കൊണ്ടതിന് ശേഷം 79 അത് ആദ്യമായി പിളരുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായി പല രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കേരള കോൺഗ്രസ് പിളരുന്നു. ഏറ്റവും ഒടുവിൽ 2026 അത്തരമൊരു പിളർപ്പിനെ അഭിമുഖീകരിക്കുകയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ LDF മുന്നണിയിൽ നിന്നും മാണി കോൺഗ്രസ് പുറത്തു പോയാൽ അതിനുള്ളിൽ തീർച്ചയായും പിളർപ്പുണ്ടാകും എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം. ഈ പിളർപ്പിന് ഭാഗവാക്കാകുന്ന ആളുകളുമായി നേരിട്ട് സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 3 MLA-മാരുടെ വലിയ പിന്തുണയാണ് ഇവർക്ക് നിലവിലെ സാഹചര്യത്തിലുള്ളത്. ഒരു വിഭാഗത്തിനുള്ളത് 2021 12 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. അതിൽ 5 ഇടങ്ങളിലാണ് മത്സരിച്ച് വിജയിച്ചത്. ഇടുക്കിയിലും റാന്നിയിലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലും അങ്ങനെ 5 സീറ്റുകൾ വിജയിച്ചപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം, പ്രമോദ് നാരായണൻ MLA അടക്കം, അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി MLA N ജയരാജ് അടക്കമുള്ള 3 പേർ LDF-നൊപ്പം തുടരുമെന്നുള്ളതാണ് ഏറ്റവും ഔദ്യോഗികമായി പുതുതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇക്കാര്യം ഔദ്യോഗികമായി നമുക്ക് ഈ ആളുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് ഉറപ്പിക്കാൻ കഴിഞ്ഞത് കൂടി ചെയ്തിട്ടുണ്ട്. 10 ജില്ലാ പ്രസിഡന്റുമാർ, കേരള കോൺഗ്രസിന്റെ 14 ജില്ലകളിലെ 10 ജില്ലാ പ്രസിഡന്റുമാർ LDF-നൊപ്പം തുടരണമെന്നുള്ള നിലപാടാണ് പിന്തുടർന്നു പോകുന്നത്. അതായത് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLA-ക്കും അതോടൊപ്പം തന്നെ N ജയരാജ് MLA-ക്കും ഒപ്പം 10 ജില്ലാ പ്രസിഡന്റുമാരുടെ പിന്തുണ കൂടിയുണ്ട്. ഇവരെ കൂടാതെ 4 ജില്ലാ പ്രസിഡന്റുമാരാണ് ഈ പിളർപ്പിന് എതിർപ്പുമായി രംഗത്തുള്ളത്. അതായത് ജോസ് കെ മാണിക്കൊപ്പം തുടരണം, അല്ലെങ്കിൽ മുന്നണി മാറിക്കഴിഞ്ഞാൽ UDF-നൊപ്പം പോകണമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് കൊല്ലം, കോട്ടയം, എറണാകുളം, പാലക്കാട് ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും കേരള കോൺഗ്രസ് മുന്നണി വിട്ട് പുറത്തു പോയാൽ ഒരു പിളർപ്പിനെ കൂടി കേരള കോൺഗ്രസ് വീണ്ടും, മാണി ഗ്രൂപ്പ് വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഏതായാലും വലിയ ഒരു ആശയ തർക്കം തന്നെ, അല്ലെങ്കിൽ ഈ LDF-നൊപ്പം നിൽക്കണമോ UDF-നൊപ്പം പോകണമോ എന്നുള്ളൊരു തർക്കം തന്നെ കേരള കോൺഗ്രസിനുള്ളിൽ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി 16 സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഈ LDF-നൊപ്പം തുടരാൻ തീരുമാനിച്ചിരിക്കുന്ന നേതാക്കളും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ജോസ് കെ മാണിയെ നേരിട്ട് ഇക്കാര്യം അറിയിക്കാനുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രമോദ് നാരായണൻ മുഖ്യമന്ത്രിക്കടക്കം ഒപ്പമുള്ള ഫോട്ടോ ഇട്ട് അദ്ദേഹത്തിന്റെ നിലപാടും കൂടി അറിയിച്ചു കഴിഞ്ഞു. മറുവശത്ത് ജോസ് കെ മാണിയാണെങ്കിൽ വിദേശയാത്രയിലാണ്. അദ്ദേഹം തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നിലപാട് അറിയിക്കുമെന്ന് പറയുന്നു. അപ്പോഴും ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. പക്ഷേ ഇടതുമുന്നണിക്കൊപ്പം എന്ന് പറയാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം അത് തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം തന്നെ യാത്ര തുടരുമെന്ന്. അതിൽ ആ പോസ്റ്റിൽ വലിയൊരു അവ്യക്തത ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ മുന്നണി മാറ്റം എന്ന അഭ്യൂഹമല്ല, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മനസ്സിലാക്കും. ജോസ് കെ മാണി എപ്പോഴായിരിക്കും ഇനി തിരിച്ചെത്തുക? ഇനി ഈ വീണ്ടും ഒരു പിളർപ്പിലേക്ക് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മുൻപിൽ നിലനിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ ഈ പാർട്ടി വിടാനുള്ള ഈ തീരുമാനം, കുറേ നാളുകളായി ഇതിന് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായി തന്നെ ഒരു സമയം മുന്നോട്ട് വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ് LDF-ന് ഈ നീക്കം? അരുണ്യ, LDF-നെ സംബന്ധിച്ചുകൊണ്ട് കൂടുതൽ സീറ്റ് വർദ്ധിപ്പിച്ച് തുടർഭരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനൊപ്പം കേരള കോൺഗ്രസിന്റെ ഒരു പ്രബല വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിയുക എന്നുള്ളതും LDF-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ 3 MLA-മാർ ഇടുക്കി,
കാഞ്ഞിരപ്പള്ളി, റാന്നി തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള MLA-മാർ മന്ത്രി റോഷി അഗസ്റ്റിനുള്ള അടക്കമുള്ള ആളുകളാണ് LDF-നൊപ്പം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തെ അംഗീകരിച്ച് LDF-നൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ കൂടുതൽ സീറ്റ് വർധനവ് LDF-ന് നേടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഈ നേതൃത്വത്തിനാകെ, ഇടതുമുന്നണി നേതൃത്വത്തിനാകെ ഉണ്ട്. മറുവശത്ത് ഒരു വശത്ത് UDF നേതാക്കളും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ അടക്കമുള്ള ആളുകളും ജോസ് കെ മാണി ഈ വിഭാഗവുമായി ചർച്ച നടത്തുമ്പോൾ ജോസ് കെ മാണിയുമായി നേരിട്ട് ചർച്ച നടത്തുമ്പോൾ തന്നെ LDF കേന്ദ്രങ്ങളിലുള്ളിൽ തന്നെ മറ്റ് ഇത്തരമൊരു പിളർപ്പിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിടാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മറുവശത്ത് ചില ചർച്ചകളും ഉറപ്പുകളുമൊക്കെ നൽകപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ഈ 3 MLA-മാർ മൊത്തത്തിൽ 12 സീറ്റുകളിലാണ് അവർ മത്സരിച്ചത്. ആ 12 സീറ്റുകളിൽ ഇത്തവണയും LDF-ന്റെ ഭാഗമായി നിന്ന് മത്സരിക്കാനുള്ള അവസരമുണ്ടാകും. ഈ 3 MLA-മാർക്ക് സുരക്ഷിതമായി അവർ നിലവിൽ MLA-മാരായിരിക്കുന്ന ജനപ്രതിനിധികളായിരിക്കുന്ന സിറ്റിംഗ് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാനും വിജയിക്കാനും ആകുമെന്നുള്ള ഉറപ്പും LDF-ന്റെ ഭാഗത്തുനിന്ന് കിട്ടി. 3.28% വോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായത്. ബഹുഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരടക്കം ഇത്തരത്തിൽ LDF-നൊപ്പം തുടരണമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ഔദ്യോഗിക വിഭാഗമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന റോഷി അഗസ്റ്റിൻ വിഭാഗത്തിൻ്റെതായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ LDF-നൊപ്പം ബഹുഭൂരിപക്ഷം അണികളെയും, കേരള കോൺഗ്രസ് 2ആയി പിളർന്നാലും ബഹുഭൂരിപക്ഷം അണികളെയും LDF-നൊപ്പം ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇടതുമുന്നണി നേതൃത്വത്തിനുള്ളത്. ഏതായാലും ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദം ഒരു വശത്ത് ഉണ്ട്. കോൺഗ്രസിന്റെ അടക്കം ദേശീയ നേതാക്കൾ ഇതിനോടകം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. മറുവശത്ത് കത്തോലിക്ക സഭയുടെ പിന്തുണയുണ്ട്. അതോടൊപ്പം കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആവശ്യമായി UDF-നൊപ്പം ചേരണമെന്നുള്ള നിർദ്ദേശങ്ങളും മറ്റും അനൗദ്യോഗികമായി കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയിട്ടുണ്ട്. അണികൾക്കിടയിൽ കോട്ടയം, എറണാകുളം ജില്ലകളിൽ വലിയ ആവശ്യമായി തന്നെ ഉയർന്നു വന്നിരിക്കുന്നു UDF-നൊപ്പം ചേരണമെന്നുള്ളത്. ഇതെല്ലാം കേരള കോൺഗ്രസിന് എമ്മിനെ, ജോസ് കെ മാണിയെ സംബന്ധിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് തങ്ങൾ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നതും ആ തീരുമാനം ജോസ് കെ മാണിയെ നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതുമെല്ലാം അദ്ദേഹം LDF-നൊപ്പം തന്നെ ഇന്ന് ഉറച്ചു നിൽക്കുന്ന നിലപാടായിരുന്നു ആദ്യം മുതൽ സ്വീകരിച്ചത്. പക്ഷേ സഭാതലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ, മുന്നണി മാറ്റത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഉറച്ച തീരുമാനത്തിൽ റോഷി നിൽക്കുന്നത് കൊണ്ട് സഭാതലങ്ങളിൽ നിന്നുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സഭാതലത്തിലുള്ള ചർച്ച ജോസ് കെ മാണിയുമായുമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. റോഷി അഗസ്റ്റിനുമായി നേരിട്ടൊരു ചർച്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. സഭാതലത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ ജോസ് കെ മാണിയുമായി നേരിട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട്. അനൗദ്യോഗികമായി മറ്റും പല സഭാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണിയുമായി സംസാരിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിനുമായി ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നിലവിൽ റോഷി അഗസ്റ്റിനെ ഇടുക്കിയെ സംബന്ധിച്ചുകൊണ്ട് മികച്ച പ്രതിച്ഛായയുള്ള ഒരു നേതാവാണ്, മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കാര്യമായ ഇടപെടലുകൾ ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ റോഷിയെ സംബന്ധിച്ച് ഒരു ഭീഷണിയില്ല. റാന്നിയിൽ പ്രമോദ് നാരായണൻ കഴിഞ്ഞ 20 വർഷത്തിലേറെക്കാലം CPM ഭരിച്ചിരുന്ന സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കാൻ അവിടെ കഴിഞ്ഞു, അവിടെ വിജയിച്ചു. അങ്ങനെ ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ തുടർച്ചയായി വിജയിച്ചു വരുന്നു. ഇത്തരം മണ്ഡലങ്ങളിലൊന്നും ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് യാതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഒരു ഭീഷണി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി ഉണ്ടാകുന്നില്ല. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസും. LDF-നൊപ്പം തുടരുക എന്നുള്ളത് തന്നെയാണ് ആ തീരുമാനത്തിന് പിന്നിലുള്ള കാരണവും. ഏതായാലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതൊരു വ്യക്തത ഉണ്ടാകും. LDF മുന്നണി വിട്ട് UDF-ലേക്ക് ചേക്കാറാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനമെങ്കിൽ തീർച്ചയായും കേരള കോൺഗ്രസിൻ്റെ ഒരു പുതിയ പിളർപ്പിന് കൂടിയാകും നമ്മൾ കാത്തിരുന്ന് കാണാൻ കഴിയുക. ഏതായാലും അത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നതിനുമായി ഔദ്യോഗികമായ ആ നേതൃത്വത്തെ തന്നെ, പാർട്ടി നേതൃത്വത്തെ തന്നെ, സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളെ തന്നെ ഈ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും അവർക്കൊപ്പമുള്ള ജില്ലാ പ്രസിഡന്റുമാരും അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ജോസ് കെ മാണി വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും, ധാരണയാകും. കേരള കോൺഗ്രസ് പിളരുമോ എന്നുള്ളത് കാര്യത്തിൽ അത്തരമൊരു ഘട്ടത്തിലായിരിക്കും വ്യക്തതയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനാവുക. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ മന്ത്രി റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ MLA, N ജയരാജൻ MLA, അതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു തീരുമാനമാണ് ജോസ് കെ മാണിയെ ഇവർ അറിയിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ വിവിധ ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റുമാരും ഒപ്പമുണ്ട്. 4 പേർ എതിർപ്പറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. അരുണ്യ.
എസ് ജോസ് കെ മാണി മുന്നണി വിട്ടാൽ വീണ്ടും ഒരു പിളർപ്പിനാണ് കേരള കോൺഗ്രസ് എം സാക്ഷിയാകുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, ജയരാജർ, പ്രമോദ് നാരായണൻ എന്നിവർ ഉൾപ്പെടെ 3 MLA-മാരും ഒപ്പം 10 ജില്ലാ പ്രസിഡന്റുമാരും LDF-നൊപ്പം തുടരുമെന്നും കൂടിയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ലിവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.